അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം നിരസിച്ചുകൊണ്ടുള്ള ഇറാന്റെ നിലപാടിൽ കടുത്ത അതൃപ്തി അറിയിച്ച് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ചയ്ക്കകം ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഇറാൻ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. താൽക്കാലിക ഉടമ്പടികൾക്ക് പകരം ഉപരോധങ്ങൾ നീക്കുന്നതും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഉറപ്പു നൽകുന്നതുമായ ശാശ്വത പരിഹാരമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. യുദ്ധത്തിൽ തകർന്ന മേഖലകൾ പുനർനിർമ്മിക്കുക, സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത യാത്രയ്ക്കായി ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കുക, ഉപരോധങ്ങൾ നീക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ, യു.എസ്. സൈന്യം ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. മേഖലയിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ തയ്യാറാക്കിയ ഒരു പ്രത്യേക കർമ്മ പദ്ധതി കഴിഞ്ഞ രാത്രി ഇറാനും അമേരിക്കയ്ക്കും കൈമാറിയിരുന്നു. ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തുടർന്ന് യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിൽ ഒപ്പിടുകയും ചെയ്യുക എന്നതായിരുന്നു ഈ പാക് നിർദ്ദേശത്തിന്റെ കാതൽ. എന്നാൽ ഇറാന്റെ പുതിയ നീക്കത്തോടെ ഈ സമാധാന ശ്രമങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നിർദ്ദേശം ഇറാൻ നിരസിച്ചതിന് പിന്നാലെ കടുത്ത മുന്നറിയിപ്പുമായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ചൊവ്വാഴ്ചയ്ക്കകം ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. താൽക്കാലിക ഉടമ്പടികൾക്ക് പകരം ഉപരോധങ്ങൾ നീക്കുന്നതും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഉറപ്പു നൽകുന്നതുമായ ശാശ്വത പരിഹാരമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാന്റെ ഈ നിലപാടിൽ താൻ അതീവ അസ്വസ്ഥനാണെന്ന് ട്രംപ് പറഞ്ഞു. എത്രയും വേഗം ഒരു കരാറിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത പക്ഷം ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ സൈനികമായോ സാമ്പത്തികമായോ ഉള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന സൂചനയും ട്രംപ് നൽകി. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാന് ചൊവ്വാഴ്ച വരെയാണ് സമയപരിധി നൽകിയിട്ടുള്ളതെന്നും അത് അവസാനത്തേതായിരിക്കുമെന്നും ട്രംപ് ഊന്നി പറഞ്ഞു. അവർ ചെയ്യേണ്ടത് ചെയ്താൽ ഇത് വളരെ വേഗത്തിൽ അവസാനിക്കും. ചില കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് അവർക്കറിയാം, ട്രംപ് കൂട്ടിച്ചേർത്തു. മുൻപ് അധികാരത്തിലിരുന്ന ഭ്രാന്തന്മാരെക്കാൾ കൂടുതൽ വിവേകമുള്ളവരാണ് ഇപ്പോൾ ഇറാനിലുള്ളതെന്നും ഇറാൻ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് പര്യാപ്തമല്ലെന്നും പ്രസിഡന്റ് ട്രംപ് അഭിപ്രായപ്പെട്ടു. ഈ സംഘർഷാവസ്ഥയ്ക്കിടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് മേധാവി മജീദ് ഖാഥേമി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം ശനിയാഴ്ചയ്ക്ക് ശേഷം ഇറാന്റെ 3ാമത്തെ പെട്രോ കെമിക്കൽ പ്ലാന്റിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ നശിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണിത്. ബുഷർ പ്രവിശ്യയിലെ ഇറാന്റെ ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ കോംപ്ലക്സിന് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി. ഇത് ഇറാൻ ഭരണകൂടത്തിന് കനത്ത സാമ്പത്തിക ആഘാതമുണ്ടാക്കും. ഇതിന് പിന്നാലെ ഷിറാസ് നഗരത്തിനടുത്തുള്ള മർഫ്താനിലെ മറ്റൊരു സൈറ്റിന് നേരെയും ആക്രമണമുണ്ടായി. ഇവിടെയുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി.